നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 8ാമത് കേസരി നായനാർ പുരസ്കാരം മാധ്യമപ്രവർത്തക കെ ഷാഹിനയ്ക്ക് 25,000 രൂപയും ശില്പവും അടങ്ങിയ പുരസ്കാരം ഡിസംബർ 3-ാം വാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കൃഷിയിടത്തിൽ പ്രസവിച്ച കാട്ടാന. പ്രസവം കോളയാട് പാറക്കുണ്ട് കോളനിയിലെ ജയന്റെ കവുങ്ങിൻ തോട്ടത്തിൽ. വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെപ്പ്. സ്ഥലത്തു നിന്ന് തോക്കുകൾ കണ്ടെടുത്തു. മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായി വിവരം. വാർത്തകൾ വിശദമായി. ആദ്യ മലയാള ചെറുകഥാകൃത്തും അന്വേഷണാത്മക പത്രപ്രവർത്തകനുമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ പേരിൽ ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തക കെ ഷാഹിനയെ തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. കലാസാംസ്കാരിക സംഘടനയായ ഫെയ്ത്ത് മാതമംഗലമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25,000 രൂപയും ശില്പി KKR വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ഡിസംബർ 3-ാം വാരത്തിൽ മാതമംഗലത്ത് വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കേസരി നായനാരെ പറ്റി നമുക്കറിയാം. മലയാളത്തിലെ ആദ്യ ചെറുകഥാകൃത്താണ്. അതിനു സമാനമായി തന്നെ ആദ്യകാലത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ വർഷം മാധ്യമ മേഖലയിൽ പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയാണ് പുരസ്കാര സമിതി ആലോചിച്ചത്. 2014 അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിലാണ് നമ്മുടെ ഈ കേസരി നായനാർ പുരസ്കാരം ഏർപ്പെടുത്താൻ വേണ്ടി ആലോചിച്ചത്. മാതമംഗലത്തെ കലാസാംസ്കാരിക വേദിയായ ഫേസ് മാതമംഗലമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇതിനൊക്കെ വ്യത്യസ്ത മേഖലകളിൽ പുരസ്കാരം നൽകിയിട്ടുണ്ട്. കഥ, കവിത, നോവൽ, പ്രഭാഷണകല, നിരൂപണം, വ്യത്യസ്തമായ മേഖലകളിൽ പുരസ്കാരം നൽകി വന്നിട്ടുണ്ട്. ഈ വർഷം മാധ്യമമാണ് നമ്മുടെ മേഖല. കലാസാംസ്കാരിക സംഘടനയായ ഫെയ്ത്ത് മാതമംഗലമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ജോൺ ബ്രിട്ടാസ്, EP രാജഗോപാൽ, K ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത്. 25,000 രൂപയും ശില്പി KKR വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ഡിസംബർ 3-ാം വാരത്തിൽ മാതമംഗലത്ത് വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. അധികാരശക്തിയോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ പക്ഷപാതിത്വത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ അതിജീവനത്തിന് പിന്തുണ നൽകുന്ന മാധ്യമ പ്രവർത്തകയാണ് KK ഷാഹിനയെന്ന് ജൂറി വിലയിരുത്തി. വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗം K ബാലകൃഷ്ണൻ, പുരസ്കാര സമിതി അംഗം ഡോക്ടർ ജിനേഷ് കുമാർ എരമം, സുനുകുമാർ KV, P ദാമോദരൻ, K പ്രിയേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. വിപണി വിപുലീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് റെപ്കോ ആശുപത്രികൾക്ക് ആവശ്യമായ ഫർണിച്ചറും ബെഡുകളും പുറത്തിറക്കുമെന്ന് ചെയർമാൻ കാരായി രാജൻ അറിയിച്ചു. റെപ്കോ ഹോസ്പിറ്റൽ ഫർണിച്ചർ വിപണനോദ്ഘാടനം നവംബർ 14 ചൊവ്വാഴ്ച കണ്ണൂർ റെപ്കോ ഹാളിൽ മന്ത്രി VN വാസവൻ നിർവഹിക്കും. അതിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെയും വിപണി വിപുലീകരണത്തിൻ്റെയും ഭാഗമായി ഒരു പുതിയ ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് റെപ്കോ ഇതിനകം ഫർണിച്ചർ വ്യവസായത്തിലും അതുപോലെ മാട്രസ്, കോക്കനട്ട് ഓയിൽ അടക്കമുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ കൃഷിക്കാരെ ഉന്നം വെച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ സ്ഥാപനം നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ആശുപത്രികൾക്കാവശ്യമായ സ്റ്റീൽ ഫർണിച്ചറുകൾ, അതിൻ്റെ കട്ടിലുകളും ബൈസ്റ്റാൻഡർ കട്ടിലുകളും ബെഡുകളും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ഏറ്റവും നിലവാരമുള്ള ഫർണിച്ചറുകളും മാട്രസുകളുമാണ് റെപ്കോ കേരളത്തിലെ മാർക്കറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. റെപ്കോവിൻ്റെ ഇതുവരെയുള്ള അംഗീകാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ ഗുണമേന്മയാണ്. ആ ഗുണമേന്മ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് വലിയ ലാഭം പ്രതീക്ഷിക്കാതെ ആവശ്യക്കാർക്ക് നല്ല സ്റ്റീൽ
കട്ടിലുകൾ കൊടുക്കാൻ, ആശുപത്രികൾക്ക് ആവശ്യമായ സ്റ്റീൽ കട്ടിലുകൾ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തലശ്ശേരി സഹകരണ ആശുപത്രി പ്രതിനിധികളായ CK രമേശൻ, T സുധീർ, EM മിഥുൻലാൽ എന്നിവർ ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങും. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ മുഖ്യാതിഥിയാകും. ആശുപത്രികൾക്ക് ആവശ്യമായ സ്റ്റീൽ ഫർണിച്ചർ ശ്രേണിയിൽപ്പെട്ട ഫ്ലോർ ബ്രെഡുകളും ബൈസ്റ്റാൻഡർ കോട്ടുകളുമാണ് ഇപ്പോൾ വിപണിയിലിറക്കിയിരിക്കുന്നത്. കടൽക്കാറ്റേൽക്കുന്ന ആശുപത്രികൾക്ക് റബ്കോ ഹോസ്പിറ്റൽ ഫർണിച്ചർ വളരെ അഭികാമ്യകരമാണെന്നും ചെയർമാൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ റബ്കോ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ KC ഹരികൃഷ്ണൻ, മാനേജിംഗ് ഡയറക്ടർ PV ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. 12 വേദികളിൽ 300 ഇനങ്ങളിലായി 6500 കുട്ടികൾ പങ്കെടുക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ആദ്യ ദിവസമായ ഇന്ന് ദേശഭക്തി ഗാനം, സംഘഗാനം, പദ്യം ചൊല്ലൽ, കഥാരചന, കവിതാരചന, ഉപന്യാസരചന, ചിത്രരചന, ഖുറാൻ പാരായണം, പോസ്റ്റർ രചന തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. അറബിക് സംസ്കൃതോത്സവവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ കണ്ണൂർ MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. चारु शिरश्च चम्बगै कुर्वन्ति नार्योऽपि वसन्तकाले വളപട്ടണത്ത് നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊടിക്കുണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ രാമതെരുവിലെ അപർണയിൽ മന്ദൻ വീട്ടിൽ പ്രകാശനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:15 കൊറ്റാളി പനങ്കാവ് കനാൽ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ പ്രകാശനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെ രാത്രി 10:15 മരിക്കുകയായിരുന്നു. സംസ്കാരം നാളെ നടക്കും. രാമതെരുവിലെ പരേതരായ കരുണൻ, കല്യാണി ദമ്പതികളുടെ മകനാണ്. ഭാര്യ ജയശ്രീ, മക്കൾ വിപിൻ, അപർണ, അർജുൻ, സഹോദരി ആശ. വളപട്ടണം പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8ാമത് കേസരി നായനാർ പുരസ്കാരം മാധ്യമപ്രവർത്തക KK ഷാഹിനിക്ക്. 25,000 രൂപയും ശില്പവും അടങ്ങിയ പുരസ്കാരം ഡിസംബർ 3ാം വാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കൃഷിയിടത്തിൽ പ്രസവിച്ച കാട്ടാന. പ്രസവം കോളയാട് പാറക്കുണ്ട് കോളനിയിലെ ജയന്റെ കവുങ്ങിൻ തോട്ടത്തിൽ. വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെപ്പ്. സ്ഥലത്തുനിന്ന് തോക്കുകൾ കണ്ടെടുത്തു. മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായി വിവരം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. വാർത്തയിലേക്ക്. കൃഷിയിടത്തിൽ കാട്ടാന പ്രസവിച്ചു. കോളയാട് പെരുവയിൽ കൃഷിയിടത്തിലാണ് കാട്ടാന പ്രസവിച്ചത്. നെടുമ്പൊയിലെ വനം വകുപ്പ് ജീവനക്കാരെത്തി കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തി. പാറക്കുണ്ട് കോളനിയിലെ ജയന്റെ കവുങ്ങിൻ തോട്ടത്തിലാണ് ഇന്നലെ കാട്ടാനയുടെ പ്രസവം നടന്നത്. നെടുമ്പൊയിലെ വനം വകുപ്പ് ജീവനക്കാരെത്തി കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തി. ആനക്കുട്ടിക്ക് ശരിയായി നടക്കാൻ കഴിയുന്നതുവരെ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തമ്പടിക്കാൻ സാധ്യതയുണ്ടെന്ന് വനം വകുപ്പ് പറയുന്നു. ഭരണഭാഷ മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. AEO ഓഫീസിലെ സ്മിത PV കഥാരചനയിലും ഉപന്യാസ രചനയിലും 1ാം സ്ഥാനം നേടി. നിമിഷ പ്രസംഗത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നും സ്വർണം പിടികൂടി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലെത്തിയ കണ്ണൂർ സ്വദേശി സുലൈമാനിൽ നിന്നാണ് 60 ലക്ഷത്തോളം രൂപയുടെ സ്വർണം പിടികൂടിയത്. 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. കണ്ണൂർ സ്വദേശി സുലൈമാനിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. സംശയം തോന്നിയ കസ്റ്റംസ് യാത്രക്കാരനെ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ശരീരത്തിൽ 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമിച്ചത്. 1069 ഗ്രാം സ്വർണ്ണ മിശ്രിതം വേർതിരിച്ചപ്പോൾ 996 ഗ്രാം സ്വർണമാണ് കിട്ടിയത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CWSA ജില്ലാ കൺവെൻഷൻ നവംബർ 14 ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏതാണ്ട് നമ്മുടെ സംഘടന തന്നെ മുൻകൈയെടുത്ത് നമ്മളെ മെമ്പർമാരടക്കമുള്ള ആളുകൾക്ക് നിരവധി സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽ മെമ്പറായി മരണപ്പെടുന്ന ഒരു മെമ്പർക്ക് മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിന് 3 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ സംഘടന നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ കാലയളവിൽ തന്നെ ഏതാണ്ട് 110ഓളം മെമ്പർമാർക്ക് 3.5 കോടിയിലധികം രൂപ നമ്മൾ ഈ ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെമ്പർമാരുടെ സഹായത്തിനാവശ്യമായ ക്ഷേമനിധിക്ക് പുറമെ പെൻഷൻ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി എന്നിവയെല്ലാം ഈ സംഘടന മുഖാന്തരം നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ സംഘടനയുടെ 10ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള ജില്ലാ കൺവെൻഷൻ നാളെ പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കാലത്ത് മുതൽ ഉച്ചവരെയുള്ള പരിപാടിയിൽ റിപ്പോർട്ടും അതിനോടനുബന്ധിക്കുന്ന ചർച്ചയും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് വൈകുന്നേരം പേരാവൂർ ടൗണിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനമാണ് നടക്കുന്നത്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വേണുഗോപാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. CWSA ജില്ലാ പ്രസിഡന്റ് ദാമു വെള്ളാവ് അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4 മണിക്ക് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം CWSA സംസ്ഥാന പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. A. വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ A. പ്രേമൻ, ദാമു വെള്ളാവ്, T. പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ചുറ്റുമതിലിന് CPM അടയാളങ്ങൾ. ചുറ്റുമതിൽ ചുവപ്പ് പെയിന്റ് അടിച്ചും CPM DYFI അടയാളങ്ങൾ വരച്ചും രാഷ്ട്രീയവൽക്കരിച്ചത് വിവാദമായതോടെ മതിലിൽ നിന്ന് പാർട്ടി അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞ അധികൃതർ. കോൺഗ്രസ്, KSU, SDPI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് വിവാദം ആളിക്കത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് വിവാദ ചിത്രങ്ങൾ മതിലിൽ നിന്നും നീക്കം ചെയ്തു.
ഞായറാഴ്ചയാണ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ഛായാചിത്രമടക്കം മതിലിൽ നിന്നും മായ്ച്ചു കളഞ്ഞത്. ചൊവ്വാഴ്ച സ്കൂളിൽ പുതുതായി പണിതീർത്ത ആംഫി തിയേറ്ററിന്റെ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ചുറ്റുമതിൽ വിവാദമായത്. മതിലിന് പാർട്ടി അടയാളങ്ങൾ വരച്ചുവെച്ചത് CPMന്റെയും സ്കൂൾ PTA-യുടെയും രാഷ്ട്രീയ താൽപര്യത്വവും ധിക്കാരവുമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്, KSU, SDPI പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് പരാതിയും നൽകി. ഇതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. തുടർന്ന് വിവാദ ചിത്രങ്ങൾ മതിലിൽ നിന്നും മായ്ക്കുകയായിരുന്നു. കണ്ണൂർ അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവയ്പ്. പട്രോളിംഗ് സമയത്ത് മാവോയിസ്റ്റുകൾ ആദ്യം വെടിയുതിർക്കുകയും തുടർന്ന് പോലീസ് തിരിച്ചടിക്കുകയും ആയിരുന്നു. സംഭവത്തിൽ 2 മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായാണ് വിവരം. സ്ഥലത്ത് നിന്ന് 3 തോക്കുകൾ കണ്ടെടുത്തു. കൂടുതൽ പോലീസ് സംഭവസ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. വയനാട്ടിൽ നിന്നും രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾക്കായി കണ്ണൂർ ജില്ലയിലെ വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ കരിക്കോട്ടക്കരിയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തിയതായും വിവരമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായത്. മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ നിലനിന്നിരുന്ന പ്രദേശമാണ് കരിക്കോട്ടക്കരി. മാവോയിസ്റ്റുകളെ കസ്റ്റഡിയിൽ എടുത്തതായും സൂചനയുണ്ട്. എന്നാൽ ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഉന്നത പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8ാമത് കേസരി നായനാർ പുരസ്കാരം മാധ്യമപ്രവർത്തക KK ഷാഹിനിക്ക് 25,000 രൂപയും ശില്പവും അടങ്ങിയ പുരസ്കാരം ഡിസംബർ 3ാം വാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കൃഷിയിടത്തിൽ പ്രസവിച്ച കാട്ടാന. പ്രസവം കോളയാട് പാറക്കുണ്ട് കോളനിയിലെ ജയന്റെ കവുങ്ങിൻ തോട്ടത്തിൽ. വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവയ്പ്. സ്ഥലത്ത് നിന്ന് തോക്കുകൾ കണ്ടെടുത്തു. മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായി വിവരം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം.
എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. വാർത്തയിലേക്ക്. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ മികവ് തെളിയിച്ച സഹോദരങ്ങൾ ദേശീയ ചാമ്പ്യൻഷിപ്പിന് അർഹത നേടി. പെരളശ്ശേരി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ഋതുവർണയും പോളിടെക്നിക്കിലെ 2ാം വർഷ വിദ്യാർത്ഥി ആകർഷുമാണ് ഈ നേട്ടത്തിന് അർഹരായത്. സംസ്ഥാന യോഗ സ്പോർട്സ് കൗൺസിൽ കോച്ച് KT കൃഷ്ണദാസിന്റെ ശിക്ഷണത്തിലാണ് ഇരുവരും ചാമ്പ്യൻഷിപ്പിന് അർഹത നേടിയത്. മേലച്ചൊവ്വയിലെ MP രാജീവന്റെയും PV സിമിയുടെയും മക്കളാണ് ഋതുവർണയും ആകർഷും. എറണാകുളത്ത് നടന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച 4 ഇനങ്ങളിലും ആകർഷ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. തുടർച്ചയായി 5 തവണ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണ 18-21 വയസ്സ് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ആകർഷ് തോട്ടട പോളിടെക്നിക്കിൽ 2ാം വർഷ സിവിൽ വിദ്യാർത്ഥിയാണ്. വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരത്തിലൊരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഊർജം നൽകിയതെന്ന് ആകർഷ് പറഞ്ഞു. ഇപ്പോൾ 6 വർഷമായി യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യമായിട്ട് നമ്മൾ 2019 മത്സരിച്ചത്. ആ ടൈമിലൊക്കെ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. യോഗയായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം അച്ഛനായിരുന്നു ചെയ്യിപ്പിച്ചത്. പിന്നെ അതിനുശേഷം കൊറോണ ആ ഒരു ടൈമിലായപ്പോഴാണ് ഞങ്ങൾ കൃഷ്ണ സാറ്, നമ്മുടെ സ്റ്റേറ്റ് കോച്ച് കൃഷ്ണ സാറെ സ്പോർട്സ് യോഗ കൗൺസിലിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ അവിടുന്ന് സാറ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ സിവിൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ 2nd ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഋതുവർണ 2ാം തവണയാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുന്നത്. 16 മുതൽ 18 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിലാണ് പങ്കെടുക്കുന്നത്. സ്കൂൾ ഗെയിംസിലും ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ഋതുവർണ. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യോഗ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ പഠിക്കുന്നത് പെരളശ്ശേരി AKG GHSS സ്കൂളിലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ്. നമ്മളിപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് യോഗയാണ്. ഈ സ്പോർട്സ് യോഗ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഏജ് കാറ്റഗറിയാണ്. അപ്പോൾ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്ക് 10 ആസനം വെച്ചിട്ടാണ് കളിക്കേണ്ടത്. അതിൻ്റെ ഓരോ അലൈൻമെൻറ്റും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓരോ അലൈൻമെൻറ്റിൻ്റെ കറക്റ്റ്നെസ് നോക്കിയിട്ടും പിന്നെ അത് നമ്മളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഋതുവർണ ജൂനിയർ ലെവൽ ചാമ്പ്യൻഷിപ്പിനായി ആസാമിലേക്കും ആകർഷ് സീനിയർ ലെവൽ മത്സരത്തിനായി കൊൽക്കത്തയിലേക്കുമാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 1 ലക്ഷം യുവ കർഷക സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 14 രാവിലെ 10 മണിക്ക് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. സണ്ണി ജോസഫ് MLA പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എത്ര പൈസ വീതം കൃത്യമായിട്ട് അടയ്ക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ ഈ ലക്ഷം തൊഴിലാന പദ്ധതിയിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് 55 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആയിരിക്കുന്നവരും 60 വയസ്സിന് ശേഷം പെൻഷൻ പറ്റിയിരിക്കുന്നവരും പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നവരുടെയും സ്ഥിതി എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയേറെ ആശങ്കയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ പദ്ധതി ലയിപ്പിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ 29-30 വർഷത്തോളമായി നമ്മൾ ഈ പദ്ധതി നിലനിൽക്കുന്നതാണ്. ആ പദ്ധതി അതാത് തലത്തിൽ തന്നെ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ പദ്ധതിയിലേക്ക് ഇതിനകത്ത് ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ കാലങ്ങളുടെ അനുസരിച്ചിട്ട്, അതായത് കാലാനുസൃതമായിട്ടുള്ള ഒരു വർധനയോടുകൂടി നമുക്ക് പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യമായ ആവശ്യം. അന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് 1000 രൂപ പെൻഷനായിരുന്നു. 1000 രൂപ പെൻഷൻ എന്ന് പറയുമ്പോൾ അന്ന് വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതും കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതും വെറും 100 രൂപ മാത്രമാണ്. അന്ന് 1000 രൂപ എന്ന് പറയുന്നത് വലിയ പൈസയാണ്. ഞങ്ങൾ ഈ 1000 രൂപ അടച്ചത് ഒന്നിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി അന്നത്തെ ആൾക്കാർക്കില്ലായിരുന്നു. 4 ഗഡുക്കളൊക്കെ ആയിട്ടാണ് അന്ന് ആ പൈസ അടച്ചത്. അങ്ങനെ പൈസ അടച്ച ആൾക്കാരാണെന്ന് 77,000-ഓളം ആളുകൾ ഇന്നിപ്പോൾ ഈ പെൻഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 50 വയസ്സിന് ശേഷമുള്ള ആളുകളും 60 വയസ്സിന് ശേഷമുള്ള ആളുകളും ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർക്ക് ഇവിടെ പൈസ ഇല്ല. നമ്മുടെ പൈസയിൽ നിന്ന് മാത്രം കൊടുക്കാനുള്ള പൈസ ഇല്ല സർക്കാരിന്. ഞങ്ങൾ ജൂലൈ മാസം 16-ാം തീയതി മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നമ്മുടെ സംഘടനയുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഞങ്ങൾ ഈ ഫണ്ട് എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ ഫണ്ടാണ് അതിനകത്ത് ഉള്ളത്. ആ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിലേക്ക് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് 94 കോടി രൂപ എന്നാണ് പറയുന്നത്. 94 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് 30,000 രൂപ ഗ്രാറ്റുവിറ്റിയാണ്.
ആ 30,000 രൂപ ഗ്രാജുവേറ്റ് മാത്രം കണക്ക് കൂട്ടിയാൽ 31,200 ആൾക്കാർക്ക് കൊടുക്കാൻ മാത്രമുള്ള പൈസയേ ഉള്ളൂ. ലക്ഷം തൊഴിൽദാന പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കാർഷിക ക്ഷേമ ബോർഡുമായി ലക്ഷം തൊഴിൽദാന പദ്ധതിയെ ലയിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ലക്ഷം തൊഴിൽദാന പദ്ധതിയിലേക്ക് സർക്കാരിന്റെ പൊതുഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 1 ലക്ഷം യുവ കർഷക സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി സജീവ് വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തും. പെൻഷൻ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യസമയത്ത് അത് കൊടുക്കുന്നതിനും സർക്കാർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ 1 ലക്ഷം കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് മാത്യു കൊച്ചുതറയിൽ, സെക്രട്ടറി ജോണി പാമ്പാടി, സംസ്ഥാന സെക്രട്ടറി വി ജാനകി, വൈസ് പ്രസിഡന്റ് വിൻസെന്റ്, ട്രഷറർ മന്മഥൻ എന്നിവർ പങ്കെടുത്തു. ഹരിത ശുചിത്വ മിഷനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജിൽ സംഘടിപ്പിച്ച ഗ്രീൻ ബ്രിഗേഡ് NSS വളണ്ടിയർമാരുടെ പരിശീലനത്തിന്റെ 2ാം ദിനം ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ MCF സന്ദർശനം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് ഗ്രീൻ ബ്രിഗേഡുകൾ എത്തിയത്. ക്ലീൻ കേരള കമ്പനി മാനേജർ ആശംസ് ഫിലിപ്പ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് എന്നിവർ MCF പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൽകി. തുടർന്ന് പയ്യന്നൂർ കോളേജ് പാർക്കിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജിൽ സംഘടിപ്പിച്ച ഗ്രീൻ ബ്രിഗേഡ് NSS വോളണ്ടിയർമാരുടെ പരിശീലനത്തിന്റെ 2ാം ദിവസമായിരുന്നു MCF സന്ദർശനം. സുരേഖ ടീച്ചറുടെ നേതൃത്വത്തിലെത്തിയ കുട്ടികളെ കൺസോർഷ്യം സെക്രട്ടറി പ്രസന്നയും മറ്റ് ഹരിത കർമ്മസേന അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ക്ലീൻ കേരള കമ്പനി മാനേജർ ആശംസ് ഫിലിപ്പ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് എന്നിവർ MCF പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൽകി. ഇപ്പോഴുള്ളവരെല്ലാം കോട്ടണും മറ്റേ കഞ്ചിപുരം സിൽക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിർത്തി പിന്നെ നടുക്കോട്ട് വരുന്നുണ്ട്. അന്നറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവര് സൈക്കിള് ചവിട്ടി ഒരു ചാക്ക് കുപ്പി, നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എല്ലാവരും കണ്ടിട്ടില്ലേ? റോഡിന്റെ സൈഡിൽ കൂടെ കുപ്പി വെറുക്കുന്നവര്. ഒരു ചാക്ക് കുപ്പി വെറുക്കിയാൽ അവർക്ക് എന്ത് ഗുണമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ചാക്ക് കുപ്പി കിട്ടിയാൽ ഏകദേശം ഒരു 10, 30, 40, 50 കിലോ ആണ്. എത്ര രൂപ കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചാണ് സംസ്കരിക്കുന്നത് എന്ന് കുട്ടികൾക്ക് പുതിയൊരു അറിവായിരുന്നു. ഹരിതകർമ്മ കൺസോർഷ്യം സെക്രട്ടറി B കമലാക്ഷി 7 ഇനമായി പ്ലാസ്റ്റിക് തരംതിരിക്കുന്നത് കുട്ടികൾക്ക് കാണിച്ചു നൽകി. തുടർന്ന് തരംതിരിച്ച ഇനങ്ങൾ 60-80 കിലോ വരെയുള്ള കെട്ടുകളാക്കി ബെയിൽ ചെയ്യുന്ന രീതിയും ക്യാമ്പ് അംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. കോളേജിൽ നിന്നും ഹരിത സന്ദേശ ജാഥയായാണ് കുട്ടികൾ കുഞ്ഞിമംഗലം MCFിലെത്തിയത്. ക്യാമ്പ് അംഗങ്ങൾ ഒരുക്കിയ സ്നേഹാരാം ചടങ്ങിൽ കോളേജിന് സമർപ്പിച്ചു. പയ്യന്നൂർ കോളേജ് ഗ്രീൻ ബ്രിഗേഡ് ടീം ഒരുക്കിയ സ്കിറ്റും വേദിയിൽ അവതരിപ്പിച്ചു. 70ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് കളക്ടറേറ്റ് മൈതാനിയിലേക്ക് ഘോഷയാത്ര നടക്കും. ഈ സഹകരണ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് കണ്ണൂരിലെ സംസ്ഥാനതല ഉദ്ഘാടനം ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 9:30 പതാക ഉയർത്തും. 10 മണിക്ക് ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. സംസ്ഥാനതല വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലയിൽ നിന്നുള്ള MPമാരും MLAമാരും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന സെമിനാർ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വിഷയം അവതരിപ്പിക്കും. വൈകിട്ട് 3-ന് പ്രഭാത ജംഗ്ഷനിൽ നിന്നും കലക്ട്രേറ്റ് മൈതാനിയിലേക്ക് ഘോഷയാത്രയും നടക്കും. 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ CV ശശീന്ദ്രൻ, KK നാരായണൻ, K പ്രദോഷ് കുമാർ, E രാജേന്ദ്രൻ, P മുകുന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു. നവംബർ 21-ന് നടക്കുന്ന ധർമ്മടം നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി കടമ്പൂർ പഞ്ചായത്ത് സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടമ്പൂർ നോർത്ത് UP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഭിന്നശേഷിക്കാരുടെ കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കുടുംബസംഗമം കാടാച്ചിറ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുമോഹൻ ഉദ്ഘാടനം ചെയ്തു.
യോഗത്തിൽ കടമ്പൂർ പഞ്ചായത്ത് സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ കെ സനോജ് ക്ലാസുകൾ എടുത്തു. ചടങ്ങിന് ശ്യാമള ടീച്ചർ, ഉത്തമൻ, ജി വി അശോകൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിന് സി കെ പത്മനാഭൻ സ്വാഗതവും എ പി സജീന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അതിർത്തികൾ നിരന്തരം തോണ്ടിയെടുത്തത് ഇന്നാരും ഓർക്കാറില്ല. എന്റെ അതിർത്തികൾ നിരന്തരം തോണ്ടിയെടുത്തത് ഇന്നാരും ഓർക്കാറില്ല. അല്ലേലും ഓർമ്മകൾ മഴമേഘങ്ങൾ പോലെ. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ, വെള്ളി 76 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8ാമത് കേസരി നായനാർ പുരസ്കാരം മാധ്യമപ്രവർത്തക കെ ഷാഹിനിക്ക്. 25,000 രൂപയും ശില്പവും അടങ്ങിയ പുരസ്കാരം ഡിസംബർ 3ാം വാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. കൃഷിയിടത്തിൽ പ്രസവിച്ച കാട്ടാന. പ്രസവം കോളയാട് പാറക്കുണ്ട് കോളനിയിലെ ജയന്റെ കവുങ്ങിൻ തോട്ടത്തിൽ. വനപാലകരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. അയ്യൻകുന്ന് ഉരുപ്പുകുറ്റി വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവയ്പ്. സ്ഥലത്തു നിന്ന് തോക്കുകൾ കണ്ടെടുത്തു. മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റതായി വിവരം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.